യുഎയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദീപക് മിത്തലാണ് ചുമതലയേറ്റിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഏറെ പരിചയസമ്പന്നനായ വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് പുതിയ സ്ഥാനപതി. അംബാസഡറായിരുന്ന ഡോക്ടർ സഞ്ജയ് സുധീർ വിരമിച്ച ഒഴിവിലേക്കാണ് ദീപക് മിത്തൽ എന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിന്റെ സർവീസ്, പ്രത്യേകിച്ച് അവിടവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം? ധന്യ, നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപരിചിതമായിരിക്കും ഡോക്ടർ ദീപക് മിത്തൽ എന്ന പേര്. കാരണം നേരത്തെ അദ്ദേഹം ഖത്തറിലെ അംബാസഡറായിരുന്നു. കോവിഡ് കാലത്താണ് അദ്ദേഹം അവിടെ സേവനമനുഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് വിമാനത്തിൽ ആളുകളെ അയക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവർക്കും സുപരിചിതമായിരുന്നു. ഏതാണ്ട് 28 വർഷമായി അദ്ദേഹം ഇന്ത്യൻ ഫോറിൻ സർവീസിലുണ്ട്. 1998 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ്. ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഈജിപ്തിലും അതേപോലെ തന്നെ ഇസ്രായേലിലും അദ്ദേഹം വിവിധ ഇന്ത്യൻ എംബസികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. പിന്നെ വിയറ്റ്നാമിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ കോൺസുൽ ജനറലായിരുന്നു. ഖത്തറിലാണ് ഒടുവിൽ അംബാസഡറായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ യുഎഇയിലേക്ക് എത്തുന്നത്. വളരെ പരിചയസമ്പന്നനായ ഒരു വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ദീപക് മിത്തൽ. അറബി അടക്കം വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ആദ്യ ദിവസം തന്നെ അദ്ദേഹം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെത്തി രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. അതേപോലെ തന്നെ എംബസിയുടെ വളപ്പിൽ ഒരു തൈ നട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ യുഎഇയിലെ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. ധന്യ.